നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഐഎസ്എല്ലിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പെർഫോമൻസ് പരിതാപകരമാണ്. ആരാധകർ നിരാശരാണ്. ഏതായാലും അതിനിടക്ക് വളരെ വിചിത്രമായൊരു കാര്യമുണ്ടായല്ലോ. ഇപ്പോൾ സൈൻ ചെയ്തിട്ട് അധികമാവാത്തൊരു താരത്തെ പറഞ്ഞു വിട്ട് വേറൊരു താരത്തെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരുന്നല്ലോ. ഒമർ ബായെ പറഞ്ഞു വിട്ടിട്ട് ഫാലു എന്തിയായെ കൊണ്ടുവന്നു. എന്താണ് അതിൽ സംഭവിച്ചത് എന്ന് ഒടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ SD കാരോലിസ് സ്കിൻസ്കിസ് തുറന്ന് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്ന വാക്കുകളിലേക്ക് നമ്മൾ പോവുകയാണ്. അദ്ദേഹം പറയുന്നു, ഒമർ ബാ വാസ് നോട്ട് അപ് ടു ദി മാർക്ക്. നമ്മൾ പ്രതീക്ഷിച്ച അത്ര മികവിലായിരുന്നില്ല. നമ്മുടെ പ്രതീക്ഷകൾക്ക് ഒത്ത്, കോച്ചിൻ്റെയും മാനേജ്മെൻറ്റെയും പ്രതീക്ഷകൾക്കൊത്ത് അദ്ദേഹത്തിന് പ്രകടനം നടത്താൻ പറ്റിയില്ല. ഇൻ ടേംസ് ഓഫ് പെർഫോമൻസ് ടീം ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്. അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അപ്പം നമ്മൾ ആദ്യം ഇമ്പ്രസ്ഡ് ആയിട്ടുള്ളൊരു പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഫാലുവിൻ്റേതാണ്. ഫാലുവിൻ്റെ പെർഫോമൻസ് തീർച്ചയായിട്ടും ഒമറിനേക്കാൾ മികച്ചതായിരുന്നു. പ്രൊഫൈൽ മികച്ചതായിരുന്നു. അപ്പോൾ ഒമറിനെ സൈൻ ചെയ്യുന്ന സമയത്ത് ഫാലു അവൈലബിൾ ആയിരുന്നു. പക്ഷേ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അപ്പോൾ സൈൻ ചെയ്ത് വരാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാണ് ഒമറിനെ സൈൻ ചെയ്തത് എന്നാണ് ഇപ്പോൾ SD പറയുന്നത്. എന്നാൽ പിന്നെ ഇവിടെ എത്തിയതിന് ശേഷം ഫാലു റെഡിയായി എന്ന് മാത്രമല്ല, ഒമർ ബാ വേണ്ടത്ര മികച്ച പ്രകടനം നടത്തിയില്ല. എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് കളിച്ചില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തേണ്ടി വന്നത് എന്ന് ഇപ്പോൾ SD വിശദീകരിക്കുന്നു. അതുപോലെ തന്നെ ആരാധകർക്ക് സംശയമുള്ള ഒരു കാര്യമാണ് എന്താണ് അദ്നാൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പം അദ്നാൻ്റെ കാര്യത്തിൽ പറയുന്നത് അദ്നാൻ ഇഞ്ചേർഡാണ്. നീണ്ട കാലം പുറത്തിരിക്കേണ്ടി വരും. അദ്നാൻ നമ്മൾ സൈൻ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഇഞ്ചേർഡ് ആയിരുന്നില്ല എന്ന് അഭിക്ക് വിശദീകരിക്കുന്നുണ്ട്. CEO അഭിക്ക് കുറച്ച് പ്രീവിയസ് ഇഞ്ചുറിയുടെ കാരണം ഈ ഹാഡ് മെറ്റൽ ഇംപ്ലാന്റ് ഇൻ ദി ലെഗിൽ, കാലിൽ മെറ്റൽ ഇംപ്ലാന്റേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് റീഹാബിലിറ്റേഷൻ സമയം ആവശ്യമാണ് എന്നാണ് ഇപ്പോൾ അഭിക്ക് പറയുന്നത്. ചുരുക്കത്തിൽ അദ്നാൻ ഉടനെ ഒന്നും കളിക്കാൻ ഇറങ്ങില്ല. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.